ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി നടപടികൾ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നു. നിർണായകമായ മിനിറ്റുകൾ. ഇന്ന് കോടതി നടപടികൾ 3 മണിവരെ മാത്രമാണ്. നേരത്തെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കിയിരുന്നു എത്രയും പെട്ടെന്ന് നടപടിക്രമങ്ങൾ വാദങ്ങൾ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ അഭിഭാഷകരെല്ലാം, അതായത് പുനഃപരിശോധനാ ഹർജിയുമായി ബന്ധപ്പെട്ട അഭിഭാഷകരെല്ലാം തന്നെ വാദങ്ങൾ നിരത്തി. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ എതിർവാദം തുടങ്ങിയിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ജയദീപ് ഗുപ്ത സംസ്ഥാന സർക്കാരിന് വേണ്ടി എതിർവാദങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുകയാണ്. വിധി പുനഃപരിശോധിക്കേണ്ടതില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി കോടതിയിൽ വാദിക്കുന്നത്. പുനഃപരിശോധന ആവശ്യമില്ലെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ അഡ്വക്കേറ്റ് ജയദീപ് ഗുപ്ത വാദിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുനഃപരിശോധന ആവശ്യമില്ലെന്ന് നേരത്തെയും സർക്കാർ പറഞ്ഞിരുന്നു. ഇപ്പോഴും ആ നിലപാട് തന്നെയാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ശബരിമല കേസ് അതിന്റെ നിർണായക അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്തായിരിക്കും ഇനി എന്നുള്ളതാണ് പ്രധാനം. പല വാദങ്ങളും കേട്ടില്ല എന്നത് പുനഃപരിശോധനയ്ക്ക് കാരണമല്ല എന്നത് കോടതിയിൽ ഉയർന്നു വന്നു. പുനഃപരിശോധന ആവശ്യമില്ലെന്ന സർക്കാരും അതേസമയം നിലവിലെ സാഹചര്യങ്ങൾ ശബരിമലയിൽ തുടർന്നാൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുമെന്നുള്ള എതിർവാദങ്ങളും കോടതി കൃത്യമായി തന്നെ കേട്ടിരിക്കുന്നു. നേരത്തെ കോടതി പറഞ്ഞതും അതുതന്നെയാണ്. 8 അഭിഭാഷകരുടെ വാദം കേട്ടപ്പോൾ കോടതി പറഞ്ഞതും അതുതന്നെയാണ്. എത്രയും പെട്ടെന്ന് വാദങ്ങൾ പൂർത്തിയാക്കണം. ശബരിമല ഹർജിയിൽ വാദങ്ങൾ ആവർത്തിക്കേണ്ടതില്ല, വേഗത്തിൽ തീർപ്പാക്കണം. ഇപ്പോൾ അരമണിക്കൂറോളം സമയം എതിർ വാദത്തിനായി സർക്കാർ അഭിഭാഷകന് നൽകിയിട്ടുണ്ട്. ശബരിമല യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വിധിയിലെ പിഴവ് എന്തെന്ന് വിശദീകരിക്കാൻ നേരത്തെ തന്നെ ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടിരുന്നു. അതുതന്നെയാണ് എന്തൊക്കെയാണ് വിധിയിലെ പ്രശ്നങ്ങൾ എന്ന് തന്നെയാണ് NSSന്റെ അഭിഭാഷകനും, തന്ത്രിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനും, ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനും, അയ്യപ്പ സേവാ സമിതിക്ക് വേണ്ടി ഏറ്റവും ഒടുവിൽ ഹാജരായ അഭിഭാഷകനും ഒക്കെ വ്യക്തമാക്കിയത്. ഹിന്ദു വിശ്വാസിയുടെ മൗലിക അവകാശത്തെ, വിഗ്രഹത്തിന്റെ അവകാശവും പരസ്പര പൂരകമാണെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഒട്ടും ശബരിമലയെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിരിക്കില്ല. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മാറണം. അതുതന്നെയാണ് വാദമുഖങ്ങളിൽ അഭിഭാഷകർ പ്രധാനമായും ഉന്നയിച്ചത്. പുനഃപരിശോധനാ ഹർജികളും റിട്ട് ഹർജികളും ദേവസ്വം ബോർഡ് നൽകിയ സാവകാശ ഹർജികളും ഒക്കെ കോടതി പരിഗണിക്കുമ്പോൾ ഇനി എന്തായിരിക്കും ശബരിമല വിഷയത്തിൽ എന്നുള്ളത് വളരെ പ്രധാനമാണ്. നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ നൽകിയ 2 ഹർജികൾ, തന്ത്രിക്കും മറ്റുമെതിരെയുള്ള 2 കോടതിയലക്ഷ്യ ഹർജികൾ, അതെല്ലാം സുപ്രീം കോടതിയിലുണ്ട്. വിധി നടപ്പാക്കുന്നത് തടസ്സപ്പെടുത്തിയവർക്കെതിരെ അഭിഭാഷകർ നൽകിയ കോടതിയലക്ഷ്യ ഹർജികൾ പട്ടികയിൽ ഇല്ല എന്നുള്ള വിവരവുമുണ്ട്. വിധിയെ പിന്തുണച്ച് കൊണ്ട് ബിന്ദുവും കനകദുർഗയും രേഷ്മ, ഷനില എന്നിവർ നൽകിയ ഇടപെടൽ അപേക്ഷകളും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതായാലും ശബരിമല യുവതി പ്രവേശത്തിൽ വളരെ ഗൗരവമുള്ള ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. സെപ്റ്റംബർ 28 വിധി ആവർത്തിക്കില്ല എന്നാണ് ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതുവരെയുള്ള സ്ഥിതിഗതികളായിരിക്കില്ല ഇനിയുള്ള സ്ഥിതിയിൽ. തൽസ്ഥിതി തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല, മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ഏതായാലും നിർണായകമായ മിനിറ്റുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്.